സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കോർപ്പറേഷൻ്റെതായാലും ഒരു സർക്കാരിൻ്റെതായാലും ഒരു സംവിധാനം അവരെ ഗെയിംസിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് ഇന്ന് വരെ നടത്താൻ സാധിച്ചിട്ടില്ല. ഭവനം കൊടുക്കാൻ സാധിച്ചു, അത് ഒരു പാർട്ടി അല്ലാതെ മറ്റാരെ എന്നാണ് ചോദിക്കുന്നത്. ആ പാർട്ടി എന്ന് പറയുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്. ഇത് 1848 പണിതിട്ടുള്ള കെനോലി കനാലാണ്. അതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും ഇവിടെയുള്ള മഴവെള്ളക്കെട്ടിന്റെ പരിഹാരം നമ്മൾ കാണുന്നത്. തെരഞ്ഞെടുപ്പ് എത്താനായി, നമുക്കധികം സമയമില്ല. അപ്പോൾ പ്രചരണങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ചൂട് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. തെരഞ്ഞെടുപ്പിനകത്തും ചൂടാണ്, പുറത്ത് അതിലും വലിയ ചൂടാണ്. നവ്യ ചേച്ചി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു, കൂടാതെ 2 മക്കളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? മാത്രമല്ല, ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പല ടൈപ്പിലുള്ള വെല്ലുവിളികൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതിനൊക്കെ എങ്ങനെയാണ് കാണുന്നത്? രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ ഇറങ്ങി തിരിച്ചതല്ല, യാദൃശ്ചികമായിട്ട് വന്ന് ചേർന്നതാണ്. കാരണം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള നിലയിൽ വർക്ക് ചെയ്യുമ്പോഴും അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, ഹസ്ബൻഡ് എബ്രോഡ് ആയത് കാരണം കുറച്ച് വേറെ കൺട്രീസിലൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഒരു ലീവിന് നാട്ടിൽ വന്നപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ്ലി ഒരു ഇലക്ഷൻ വന്നത്. ആ ഇലക്ഷനിൽ ഇവിടെ വനിതാ സംവരണം ആയതുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികളെ ഭാരതീയ ജനതാ പാർട്ടി തേടുന്ന വേളയിലാണ് ഞാൻ അവധിയിൽ ഇവിടെ ഉണ്ടെന്നും അങ്ങനെ സ്ഥാനാർത്ഥിത്വം എന്നിലേക്ക് വന്നു ചേർന്നതാണ്. സ്വാഭാവികമായിട്ടും BJPക്ക് ഒരു വിജയസാധ്യതയും ഇല്ലാതിരുന്ന ഒരു വാർഡിൽ, കാരപ്പറമ്പ് വാർഡിലാണ് മത്സരിക്കാനുള്ള നിയോഗം വന്നത്. അപ്പോൾ വിജയസാധ്യത ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. കാരണം എപ്പോഴും BJP മത്സരിക്കുന്നു, ഒരു ഇലക്ഷൻ പ്രൊസീജിയർ കഴിയുന്നതോടുകൂടെ ആ സ്ഥാനാർത്ഥിയുടെ ആ 5 വർഷത്തേക്കുള്ള പങ്ക് കഴിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു ചേരുമെന്നുള്ളൊരു ധാരണയുടെ പുറത്ത് തന്നെയാണ് മത്സരിച്ചത്. നിയോഗമായിരിക്കും. അതെ, അതൊരു നിയോഗമായിരുന്നു. പിന്നീട് അവിടുന്ന് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും എല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും കാരപ്പറമ്പിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. അത് 300 ചില്ലാനും വോട്ടുണ്ടായിരുന്ന വാർഡിൽ നിന്നും 1345 വോട്ടായിട്ട് ഉയർത്തിക്കൊണ്ടാണ് കാരപ്പറമ്പ് വാർഡ് പിടിച്ചെടുത്തത്. തുടർന്ന് 2020-ലും 2025-ലും നല്ല ഭൂരിപക്ഷത്തോടു കൂടെ തന്നെ ഇവിടെ വിജയിക്കാൻ സാധിച്ചു. അപ്പം പൊളിച്ചാൽ പൊളിയാത്ത കോട്ടകളില്ല എന്ന ആത്മവിശ്വാസത്തിൽ ഇടതു വലതു കോട്ടകൾ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നാടിന്റെ വികസനത്തിനായി മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? അതെ, തീർത്തും കോഴിക്കോട് നോർത്ത് എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നത് BJPക്ക് കയ്യെത്തിപ്പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ അപ്പർ ഹാൻഡ് ഇരിക്കുന്നത് BJPക്ക് തന്നെയാണ്. ഇവിടെ ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുള്ളത്, NDA സർക്കാർ എന്നും മുൻപോട്ട് വെച്ചിട്ടുള്ളത് വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ്. പ്രീണന രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട്, അഴിമതിയുടെ രാഷ്ട്രീയം മാറ്റി നിർത്തിക്കൊണ്ട് ജനക്ഷേമപരമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനെയും നേരിടുന്നത്. നോർത്ത് മണ്ഡലത്തിന്റെ വികസന സാധ്യതകളെ കുറിച്ച് ഞങ്ങൾ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഓരോ മേഖലയും തിരഞ്ഞെടുത്തുകൊണ്ട് അവിടെ വികസനം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. BJPക്ക് ഏറ്റവും സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ താമര വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഒരുപാട് സാധ്യതകളുണ്ട്, പല മേഖലകളിലും സാധ്യതകളുണ്ട്. വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. കെനോലി കനാല് നമ്മുടെ ഈ മണ്ഡലത്തിന്റെ ഹൃദയഭാഗത്ത് കൂടെ ഒഴുകുന്ന ഒരു കനാല്, അവിടെ കനാൽ സിറ്റി എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നുകൊണ്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ പൊതുജനങ്ങൾ നിരത്തിലിറങ്ങുന്ന സമയത്ത് വിവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ട്രാഫിക് ജാം ആണ് പലയിടങ്ങളിലും. കാരപ്പറമ്പ് ജംഗ്ഷൻ, എരഞ്ഞിപ്പാലം ജംഗ്ഷൻ ഒക്കെ വൈഡനിങ് എന്നുള്ളൊരു പ്രോസ്പെക്ടസ് മുൻപോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും കാലങ്ങളായിട്ട് അതൊന്നും മീറ്റ് ചെയ്യാൻ ഇവിടെ വന്നിരുന്ന ജനപ്രതിനിധികൾക്ക് സാധിച്ചിട്ടില്ല. അതുപോലെ ആരോഗ്യ മേഖലയിൽ 2 ആശുപത്രികൾ, ബീച്ച് ആശുപത്രിയും കോഴിക്കോട് മെഡിക്കൽ കോളേജും, രണ്ടും നമ്മുടെ മണ്ഡലത്തിലാണുള്ളത്. ഇന്നും അവിടെ പോയി നോക്കുമ്പോൾ വളരെ പത്തറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. പേഷ്യൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സമരവും, അവർക്ക് അടിസ്ഥാനമായിട്ടുള്ള സൗകര്യമില്ലാതിരിക്കുന്നതും, ശസ്ത്രക്രിയകൾ മുടങ്ങുന്നതും, മോർച്ചറി പോലും പ്രവർത്തനരഹിതമാണ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു ദാരുണമായിട്ടുള്ള സാഹചര്യത്തിലൂടെ ആരോഗ്യ മേഖല പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനും ഒരുപാട് വികസിതമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടെ നരേന്ദ്രമോദി സർക്കാർ ഈ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ട് അത് യഥാർത്ഥ രീതിയിൽ വിനിയോഗിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ഓരോ മേഖലയും സ്പന്ദിച്ചു കൊണ്ടുള്ളൊരു വികസന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. ഇത്തവണയും കോഴിക്കോട് കോർപ്പറേഷനിൽ മികച്ച വിജയം കൈവരിക്കാൻ BJPക്ക് ആയിട്ടുണ്ട്. ഈ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഗുണം ചെയ്യുമോ? കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ 0 നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. 0 നിന്നും 7 കഴിഞ്ഞ ഇലക്ഷനിൽ അത് 13 ഉയരാൻ സാധിച്ചു. നോർത്ത് മണ്ഡലത്തിൽ മാത്രം ഇന്ന് BJPക്ക് 7 കൗൺസിലർമാരുണ്ട്. അപ്പം ജനങ്ങൾ BJPയിലെ ജനപ്രതിനിധികളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ പ്രതിനിധികൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാറ്റം വരും എന്നുള്ള ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ, നമ്മുടെ വോട്ടർമാരുടെ
ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഞങ്ങളെപ്പോലെയുള്ള ജനപ്രതിനിധികളെ ഇവിടെ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ നിയമസഭയിൽ ഉണ്ടായിരുന്ന വോട്ടിനെക്കാളും ഒരുപാട് കൂടുതലാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതൽ ഉയർന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഇലക്ഷൻ പ്രചരണവും നടത്തുന്നത്. അത് തീർച്ചയായിട്ടും പടിപടിയായിട്ടുള്ള ഉയർച്ച ഇത്തവണ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഞങ്ങളുടെ ഭാഗത്തുണ്ട്. ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് നോർത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ഗതാഗത കുരുക്കും അതുപോലെ തന്നെ മഴ പെയ്താലുണ്ടാകുന്ന വെള്ളക്കെട്ടും. അതിന് പരിഹാരമായിട്ട് എന്ത് മാജിക്കാണ് ചേച്ചി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വളരെ ആസൂത്രിതമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. വെള്ളക്കെട്ടിന് വേണ്ടിയിട്ട് അത് പ്രശ്നം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കെനോലി കനാലിന്റെ നവീകരണം, കല്ലായി പുഴയുടെ മൗത്ത് അത് ക്ലീൻ ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന വെള്ളക്കെട്ടിന് പൂർണ്ണമായിട്ടുള്ള പരിഹാരം. ഇത് 1848 പണിതിട്ടുള്ള കെനോലി കനാലാണ്. അതിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നും ഇവിടെയുള്ള മഴവെള്ളക്കെട്ടിന്റെ പരിഹാരം നമ്മൾ കാണുന്നത്. അപ്പോൾ കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആ ഒരു കെനോലി കനാലിന് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊന്നും പ്രാബല്യത്തിൽ വരുത്താൻ മാറി മാറി വരുന്ന സർക്കാരിന് സാധിച്ചിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്റ്റോം വാട്ടർ ഡ്രെയിനേജ് മാവ് റോഡ്, പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതും ഈ വെള്ളക്കെട്ടിന് പരിഹാരം. പക്ഷേ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മിതി മൂലം ആ കോടിക്കണക്കിന് രൂപ അവിടെ ചെലവഴിച്ചു എന്ന് പറയുമ്പോഴും എന്താണോ നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ആ ഉദ്ദേശം മീറ്റ് ചെയ്യാൻ ഇവിടെയുള്ള ഈ ലോക്കൽ ബോഡിക്ക് സാധിച്ചിട്ടില്ല. അത് വലിയ വീഴ്ച തന്നെയാണ്. അത് ഒപ്പം നമുക്കറിയാം 44 നദികളാൽ സമൃദ്ധമായിട്ടുള്ള നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് വേനൽക്കാലം വരുന്ന സമയത്ത് കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്ന നിരവധി മേഖലകൾ, മഴ പെയ്യുമ്പോഴേക്കും നഗരഹൃദയം വെള്ളത്തിലാണ്ടു പോകുന്ന ഒരു സംവിധാനം. അപ്പൊ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പോകേണ്ടതുണ്ട്. വെള്ളത്തിന് നമുക്ക് ക്ഷാമമില്ല, എന്നാൽ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. പക്ഷെ അതിന് മുൻതൂക്കം കൊടുക്കാതെ ഉള്ള വീക്ഷണമില്ലാത്ത പദ്ധതികൾ കൊണ്ടാണ് ഈ നഗരത്തിലെ എക്കാലവും നീണ്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഇന്നും ഒരു പരിഹാരം കാണാൻ സാധിക്കാത്തത്. മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയാണ്. നിയമസഭയിൽ വിജയിച്ചു കയറിയാൽ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്ന ആദ്യ ഇടപെടലുകൾ എന്തൊക്കെയായി? നമ്മുടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നമ്മൾ നോക്കിയാൽ സ്ത്രീകളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ശുചിമുറികൾ ഇന്നും നമ്മുടെ നഗരത്തിലില്ല. ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കേണ്ട ഒന്ന് തന്നെയാണ് അത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി ഈ പദ്ധതികൾ സ്വച്ഛ ഭാരതിന്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ അദ്ദേഹത്തെ ആ പദ്ധതിയുടെ പേര് പറഞ്ഞുകൊണ്ട് കളിയാക്കിയിരുന്ന ഒരു സമൂഹമാണ് ഈ ചുറ്റുപാടുള്ളത്, പല രാഷ്ട്രീയ പാർട്ടികളും. പക്ഷേ പലരും അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്നും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ചാലഞ്ചായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പിന്നെ പല ഭാഗങ്ങളിലും നമുക്കറിയാം കുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്നത്. അത് തീർച്ചയായിട്ടും സ്ത്രീകളെ തന്നെയാണ് ബാധിക്കുന്നത്. നിരവധി പെൺകുട്ടികൾ ഈ മയക്കുമരുന്നിന് അടിമയായി പോകുന്ന ഒരു സാഹചര്യം. അതിന്റെ മോണിറ്ററിങ് നമ്മുടെ നഗരത്തിൽ നടത്താൻ സാധിക്കുന്നില്ല. CCTV നിരീക്ഷണം പല ഭാഗങ്ങളിലും വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോഴും ഈ CCTVകളൊന്നും സ്ഥാപിക്കാനോ അതിന്റെ ഒരു നിരീക്ഷണമോ ഇതിനെല്ലാം ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി പോലും നമ്മൾ മുൻപോട്ട് വെച്ചിട്ടില്ല. എപ്പോഴും ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തുക എന്ന് പറയുന്ന ഒരു പ്രഹസനം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നാളിതുവരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബോധവൽക്കരണം തുടരെ നടത്തുമ്പോഴും ഈ ബോധവൽക്കരണം ഒരു തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആയിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് നിലനിൽക്കുന്നത്. ഹൈസ്കൂൾ മുതലുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരം പദ്ധതികൾ നമ്മൾ അതിന്റെ റൂട്ടിൽ തന്നെ ചെന്നെത്തി അത് നിർമ്മാർജ്ജനം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചർ ജനറേഷൻ ഉള്ളൂ. ഇപ്പോഴുള്ള യൂത്താണ് നാളെ നമ്മുടെ രാജ്യത്തിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. അവരെ സേഫ് ആക്കുക എന്നുള്ളൊരു ലക്ഷ്യം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകളുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികളാണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? സ്ത്രീ സുരക്ഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നഗരത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പൊ 2 മാസം മുൻപാണെങ്കിലും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കോനാട് ബീച്ചിന്റെ സമീപത്തൊക്കെ തന്നെ ഇത്തരത്തിൽ സ്ത്രീകൾ അതിക്രമങ്ങൾ നേരിട്ടിരുന്ന ഒരു സാഹചര്യം കണ്ടിട്ടുണ്ട്. മയക്കുമരുന്നിന്റെ അധികമായിട്ടുള്ള ഉപയോഗം മൂലം വീട്ടമ്മമാരായിട്ടുള്ള നിരവധി സ്ത്രീകളാണ് ഇന്ന് ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സർക്കാർ സ്പോൺസേർഡ് മദ്യ ഷോപ്പുകൾ, സർക്കാർ സ്പോൺസേർഡ് മദ്യം
ഇപ്പോൾ ഓരോ പേരിട്ട് സമൂഹത്തിലേക്കൊക്കെ അവരിൽ നിന്നും പേര് സ്വീകരിച്ചു കൊണ്ടുള്ള ഒരു നിലപാട് നമ്മൾ കണ്ടതാണ്. ഞാൻ വിചാരിക്കുന്നു KPSC ലളിതയൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് അന്ന് നടത്തിയിരുന്ന അഡ്വർടൈസ്മെന്റിനെ കുറിച്ച് ഓർത്ത് ഖേദിക്കുന്നുണ്ടാവുമായിരുന്നു. മദ്യ നിരോധനം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയതിനു ശേഷം ഈ മദ്യ ഷോപ്പുകൾ വെച്ചുകൊണ്ട് ലാഭം കൊയ്യുന്ന ഒരു ഏർപ്പാടുമായിട്ട് ഈ സംസ്ഥാനം മുൻപോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾ പ്രതികരിക്കും, പ്രതിഷേധിക്കും. ആ പ്രതിഷേധങ്ങൾ തീർച്ചയായിട്ടും വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അത് പ്രതിഫലിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് നൽകാനുള്ളത്. ഇപ്പോൾ കേരളത്തിൽ, കോഴിക്കോട് മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ ആണെങ്കിൽ നമുക്ക് യുവാക്കൾക്ക് വേണ്ടത്ര അവസരങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് യുവാക്കൾ കേരളം വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോഴിക്കോടും സമാനമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ IT പാർട്ടികളൊക്കെ വേണ്ടത്ര രീതിയിലുള്ളൊരു ഒന്നും നമുക്ക് ഈ ഒരു വിഷയത്തിൽ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ചേച്ചി വന്നു കഴിഞ്ഞാൽ എന്ത് മാറ്റമായിരിക്കും ഈ ഒരു വിഷയത്തിൽ കോഴിക്കോട് ഉണ്ടാകുന്നത്? ഞാൻ ഈ ഇലക്ഷന്റെ ഭാഗമായിട്ട് തന്നെ ഗൃഹസമ്പർക്കങ്ങൾ നടത്തുന്ന സമയത്ത് ഒരു 60% വീടുകളിൽ വയോജനങ്ങൾ മാത്രമാണുള്ളത്. അവിടെയൊക്കെ റിട്ടയർമെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള അച്ഛനും അമ്മയും മാത്രമായിട്ട് നമ്മുടെ വീടുകൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളത്തിന് തന്നെ ജരാനര ബാധിച്ചു എന്നുള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവിടെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഒരു തരി ഫണ്ട് പോലും മാറ്റിവെക്കാനോ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനോ അതിൻ്റെ ഒരു ഗവേഷണം നടത്താനോ ഇവിടെയുള്ള ജനപ്രതിനിധികൾ നാളിതുവരെയായിട്ട് പരിശ്രമം നടത്തിയിട്ടില്ല. ഈ പറയുന്ന ജനപ്രതിനിധികളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരെ നമുക്കൊന്ന് പരിശോധിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ആ ഒരു എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിക്കാണ് ഭാവിയുടെ എഡ്യൂക്കേഷനെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാടുകളുമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കും. ആ കാഴ്ചപ്പാട്, ഒരു വീക്ഷണക്കുറവ് തീർച്ചയായിട്ടും ഈ വിദ്യാഭ്യാസ മേഖലയിലുണ്ട്. ഒപ്പം വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് തൊഴിലാണ് നമുക്കിവിടെ പോസിബിൾ ആയിട്ടുള്ളത്? ഒരു സ്ഥാപനം തുടങ്ങാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് നൂലാമാലകളിൽ കുടുങ്ങി ഒരു കാര്യത്തിന് പോലും മുൻപോട്ട് വെക്കാൻ സാധിക്കാത്ത സാഹചര്യം. രാഷ്ട്രീയവൽക്കരണത്തിലൂടെയും സ്വജനപക്ഷപാതത്തിലൂടെയും യൂത്തിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ നഗരത്തിൽ നിന്ന് തന്നെ വാഷ് ഔട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു +2 വരെയൊക്കെ കൂടുതലും പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു +2 വരെയൊക്കെയാണ് കുട്ടികൾ ഇവിടെയുള്ളത്. അത് കഴിയുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഭാവിയാണ് ഏറ്റവും വലുത്. ആ ഭാവിയുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതാണ് കുട്ടികൾ സെലക്ട് ചെയ്യുന്നത്, അതാണ് പാരന്റ്സ് ഓപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കേരളം വിട്ടുപോകേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. യുവതലമുറയെ BJPയിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് BJP കൊണ്ടുവരുന്ന പുതിയ പദ്ധതികൾ എന്തൊക്കെയാണ്? ഇവിടെ 2 തരത്തിലുണ്ട്. യുവജനങ്ങള് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യുവാക്കളിൽ പലരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് നമ്മൾ പറയും സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യണം, ഫുട്ബോൾ ആണ് ലഹരി, ക്രിക്കറ്റ് ആണ് ലഹരി എന്നൊക്കെ ഒരു ക്യാപ്ഷനോട് കൂടെ നമ്മൾ പല പരിപാടികളും നടത്താറുണ്ട്. പക്ഷെ ഇവിടെ സ്പോർട്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് സൗകര്യമാണ് യുവാക്കൾക്ക് കൊടുക്കുന്നത്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കോർപ്പറേഷൻ്റെതായാലും ഒരു സർക്കാരിൻ്റെതായാലും ഒരു സംവിധാനം അവരെ ഗെയിംസിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ട് ഇന്ന് വരെ നടത്താൻ സാധിച്ചിട്ടില്ല. ഒരു സ്റ്റേഡിയം എന്നുള്ള നമ്മുടെ സ്വപ്നം പല ഭാഗങ്ങളിലും അതിനായിട്ടുള്ള ഭൂമി കണ്ടെത്തിയിട്ടും അവിടെ ഒരു പദ്ധതി പോലും മുൻപോട്ട് വെച്ച് അത് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഗെയിംസിലേക്ക് കുട്ടികളെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മെന്റാലിറ്റി, ഒരു മൈൻഡ് സെറ്റ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് വലിയ കായിക താരങ്ങൾ നമ്മുടെ ഈ മണ്ഡലത്തിൽ നിന്നും വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഇതുവരെ ഒരു പദ്ധതി ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകൾ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ തന്നെ സ്വന്തം അച്ഛനോടും അമ്മയോടും ഒപ്പം ഇരുന്നു കൊണ്ട് പഠിക്കാനും അവരോടൊപ്പം താമസിച്ചുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ആംബിയൻസ് നമ്മുടെ നോർത്ത് മണ്ഡലത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പക്ഷെ അതൊക്കെ മറയ്ക്കുന്ന രീതിയിലുള്ളൊരു സോഷ്യൽ മീഡിയ പ്രചരണമാണ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും നമ്മൾ കാണാം എല്ലായിടത്തും ഈ KSRTCൻ്റെ മുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യങ്ങളാണ് എന്നുള്ളത് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അതെങ്ങനെ ഈ ഇലക്ഷനെ ബാധിക്കുന്നതാണ് കരുതുന്നത്? ഓരോ ഇലക്ഷൻ വരുന്ന സമയത്ത് ഓരോ പ്രൊപ്പഗാൻഡ വെച്ചുകൊണ്ടാണ്, ഫോൾസ് പ്രൊപ്പഗാൻഡ വെച്ചുകൊണ്ടാണ് LDF ഭരണത്തിൽ കയറിയിട്ടുള്ളത്. അതിനെല്ലാത്തിനും ഒത്താശ ചെയ്തുകൊണ്ടാണ് UDF ഒപ്പം നിൽക്കുന്നത്. LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്ന് നമുക്കറിയാം. BJPക്ക് എവിടെയൊക്കെ വിജയ സാധ്യതകളുണ്ടോ അവിടെയെല്ലാം ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് വോട്ട് ചെയ്ത് BJPയെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം.
അതൊരു കൂട്ടുകക്ഷിയാണ് LDF UDF എന്ന് പറയുന്നത്. ആ കൂട്ടുകക്ഷിയെ ഭേദിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ പ്രീണന രാഷ്ട്രീയത്തിന് ഇടമില്ല. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസനം മാത്രം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന ഒരു സംവിധാനത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് വേണം മുൻപോട്ട് പോകാൻ എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇന്ന് BJP മുൻപോട്ട് വെക്കുന്നത്. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ മോണിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പലതരത്തിലുള്ള സന്ദേശങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോർഡിങ്സുകൾ, KSRTC ബസ്സുകൾ ഒക്കെ അഡ്വർടൈസ്മെന്റ് മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞു. അവിടെയൊക്കെ പ്രചരിപ്പിക്കുന്നതും അത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ അഡ്വർടൈസ്മെന്റ് അല്ല, അത് കേന്ദ്ര സർക്കാരിന്റെ അഡ്വർടൈസ്മെന്റ് ആണ്. എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള ഭവനം കൊടുക്കാൻ സാധിച്ചു. അത് ഒരു പാർട്ടി അല്ലാതെ മറ്റാരെ എന്നാണ് ചോദിക്കുന്നത്. ആ പാർട്ടി എന്ന് പറയുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെയാണ് വീടെന്ന സ്വപ്നം ജനങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുള്ളത്. കുടിവെള്ളം എത്തിക്കാൻ മറ്റാരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മറ്റാരുമില്ല. കുടിവെള്ളം എത്തിക്കാൻ BJP തന്നെയാണ് ഉള്ളത്. കാരണം ജൽജീവൻ മിഷൻ പദ്ധതിയും അമൃത് പദ്ധതിയിലൂടെയും ഈ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിലുടനീളം എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ സൗജന്യ കുടിവെള്ള കണക്ഷൻ കൊടുത്തുകൊണ്ടാണ് ഇന്ന് ജനങ്ങളിലേക്ക് കുടിവെള്ളം എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് പല റേഷൻ കടകൾ മുഖേനയുള്ള അരി മുടങ്ങാതെ വിതരണം ചെയ്യുന്നു എന്നുള്ളതാ. റേഷൻ കടയിൽ അരി ആരാണ് എത്തിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ് എത്തിക്കുന്നത്. ഇവിടെ പട്ടിണി ഇല്ലാത്ത കേരളമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ കേരളത്തിന്റെ പട്ടിണി മാറ്റിയതും കേന്ദ്ര സർക്കാരാണ്. അതാ ഞാൻ പറഞ്ഞത്, വലിയ അഡ്വർടൈസ്മെന്റുകൾ ഉണ്ട്. പക്ഷെ ആ അഡ്വർടൈസ്മെന്റ് താഴെ നമ്മൾ ചേർക്കാനുണ്ട്. ആരുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അതിന് ദേശീയ ജനാധിപത്യ സഖ്യമുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് നമ്മുടെ നാട്ടിലുള്ളത് പ്രബുദ്ധരായിട്ടുള്ള ജനതയാണ്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. അവര് ഇത്തരം ഫാൾസ് ഇൻഫർമേഷൻസ് കിട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് വിശകലനം ചെയ്യാനുള്ള പ്രാപ്തിയുള്ളവരാണ്. ഒരുപാട് കാലമൊന്നും ജനങ്ങളെ പറ്റിച്ചുകൊണ്ട്, കബളിപ്പിച്ചുകൊണ്ട്, ചതിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ ഒരു ഭരണകൂടത്തിനും സാധിക്കില്ല. ഇത് ജനങ്ങൾ തിരിച്ചറിയും. ആ തിരിച്ചറിവ് തീർച്ചയായിട്ടും നോർത്ത് മണ്ഡലത്തിൽ ഈ ഇലക്ഷനിൽ പ്രകടമാവും. അത് BJPക്ക് അനുകൂലമായിട്ട് മാറും. അത് നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്, ഇവിടെയുള്ള ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ജയിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് പരിഗണിക്കുന്ന വികസന പദ്ധതി ഏതാണ്? ഞാൻ ജനിച്ചു വളർന്നപ്പോൾ മുതൽ കാണുന്നതാണ് കെനോലി കനാൽ. അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളതാണ് നിരവധി പദ്ധതികൾ. ആ പദ്ധതികൾ പ്രാബല്യത്തിലാകും എന്നുള്ള സ്വപ്നം കണ്ടു കഴിയുന്നവരാണ് ഞങ്ങളൊക്കെ. ഇവിടെ 2017-18 കാലഘട്ടങ്ങളിൽ കെനോലി കനാൽ നവീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഒരു പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിന് മുൻകൈ എടുത്ത ഒരാൾ എന്നുള്ള നിലയിൽ അതിന്റെ ഒരു സാധ്യതകൾ തീർത്തും പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇലക്ഷനിൽ മുൻപോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാർ തരുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെനോലി കനാലിനെ ഒരു കനാൽ സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്യാനും അവിടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ബോട്ടിംഗ് ഒക്കെ കൊണ്ടുവരും എന്നുള്ള ഒരു സ്വപ്നം പണ്ടുണ്ടായിരുന്നു. പണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു അഭിമാനമായിരുന്നു കെനോലി കനാൽ എന്ന് പറയുമ്പോൾ. ഇന്ന് നാടിന്റെ അപമാനമായി മാറിയിരിക്കുകയാണ്. അത് അപമാനത്തിൽ നിന്നും കരകയറ്റി നമ്മുടെ നാടിന്റെ യശസ് ഉയർത്തുന്ന ഒരു രീതിയിലേക്ക് ഈ കനാലിനെ മാറ്റിയെടുക്കുക എന്നുള്ളൊരു പ്രൊപ്പഗാൻഡ ഞങ്ങൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. നവ്യയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചാൽ കോഴിക്കോടിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പെന്താണ്? ഏത് മേഖലകളിൽ നിന്ന് വരുന്ന ഫണ്ടായാലും അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ വികസനത്തിന്, നാടിന്റെ വികസനത്തിന്, നാട്ടുകാരുടെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുമെന്നുള്ളൊരു ഉറപ്പാണ് ജനങ്ങൾക്ക് മുന്നിൽ എനിക്ക് വെക്കാനുള്ളത്. ഇത്രയും തിരക്ക് ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുന്നു. താങ്ക് യു. Chapter 4. A chapter with endless stories.